ഹായ് എവ്രിവൺ, നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഒരു അവാർഡ് മേടിക്കാനായിട്ട് എറണാകുളത്തേക്ക് പോകുന്ന ഒരു യാത്രയാണ്. ക്രിസ് ബേബി എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലാണ്. അങ്ങനെ ഒരു സോളോ ട്രിപ്പാണ്. അങ്ങനെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മുടെ മെട്രോയിലൊക്കെ കയറി അതിനുശേഷം ഓട്ടോയില് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഡിജിറ്റൽ ലീഡർ അവാർഡും അതുപോലെ തന്നെ കൗൺസിലിംഗിന്റെ മൈൻഡ് വെൽനസ് സ്പെഷ്യലിസ്റ്റ് അവാർഡ് 2025 കൂടെയായിട്ട് അങ്ങനെ അത് അച്ചീവ് ചെയ്ത് അതിന്റെ അവാർഡ് മേടിക്കാനായിട്ടാണ് എറണാകുളത്തേക്ക് കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഗ്രാൻഡ് ഹയാത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു അവാർഡ് നടക്കുന്നത്, അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത് ഈ ഒരു ഹോട്ടലാണ്. ഒരു ഹോട്ടലിന്റെ ഒരു അനദർ വ്യൂ ആണ് ഇതിലൂടെ കാണുന്നത്. അങ്ങനെ നമ്മള് ഹോട്ടലിലെത്തി. 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. നല്ല എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമായത് അവിടുത്തെ ആ ഒരു ഗ്രീനറി ആയിരുന്നു. പച്ചപ്പും ആ ഒരു മനോഹരമായ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള തെങ്ങും ഈ ഒരു ഒത്തിരി എന്താണ് ചെടികളും ഒക്കെയുള്ള മനോഹരമായ ഒരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ എൻട്രിയിലൂടെ അകത്തേക്കാണ്. അപ്പോ നമ്മുടെ എൻട്രി പാസ് ഒക്കെ കാണിച്ചാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എൻട്രി പാസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങള് അകത്തേക്ക് കയറുന്നതിനിടയ്ക്ക് അവിടെ വേറൊരു മാരേജ് ഫംഗ്ഷൻ ആ ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ ഒരു ലിഫ്റ്റ് ഒക്കെ ഇറങ്ങി ഇതാണ് നമ്മുടെ മാരേജ് ഫംഗ്ഷൻ നടക്കുന്ന ഒരു പ്ലേസ്. അപ്പൊ നമ്മുടെ ഹാളിലേക്ക് കടന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ വെച്ചിട്ട് തന്നെ കാവേരി എന്ന് പറയുന്ന നമ്മുടെ എറണാകുളത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിനെ പരിചയപ്പെടാൻ പറ്റി. അന്ന് ഞങ്ങള് പരിചയപ്പെട്ടതാണ്. ഞങ്ങളൊരു ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ പോലും ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു സെഷൻസ് ഓരോന്നും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അങ്ങനെ നമ്മുടെ കാൽസോൾ ആയിരുന്നു ഇത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതിനു മുന്നേ വേറൊരു പ്രോഗ്രാം ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇത്. അങ്ങനെ ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ കാണാനായിട്ട് സാധിച്ചു. അവരെല്ലാം ഡാൻസ് ചെയ്യുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ബ്രേക്കിനിടയിൽ മനോഹരമായ ഒരു സീനറിയും അതുപോലെ തന്നെ ആ ഒരു കടലിന്റെ കുറച്ചു ഭാഗം കാണാനൊക്കെ സാധിച്ചു. അവിടുത്തെ ഫുഡും സൂപ്പും ഒക്കെ മനോഹരമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാരെ കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം എനിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ അവാർഡ് മേടിച്ചതിന് ശേഷം ഞങ്ങൾ പോകുന്നൊരു ദിവസമാണ്. നമ്മുടെ കാവേരി സൈക്കോളജിസ്റ്റ് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് ഞാൻ വീട്ടിലെത്തി. അങ്ങനെ ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത എന്റെ പേരൻസിനും എന്റെ ദൈവത്തിനും ഒത്തിരി താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.